അങ്ങനെ യാത്രയ്ക്ക് തയ്യാറെടുത്ത് നമ്മൾ എത്തിയിരിക്കുന്നത് ഇന്ന് ഗ്യാസ് റീഫിൽ ചെയ്യാനാണ്. ഇത് അടുത്ത ഒരു കടയാണ്. ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വന്നതാണ്. അന്ന് ദിവസം ഇവിടെ ഗ്യാസ് തീർന്നു പോയിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്നൽപ്പം നേരത്തെ വന്നിരിക്കുകയാണ്. ഇങ്ങനെയുള്ള കടകൾ ഇവിടെ ധാരാളമുണ്ട്. ഇതാണ് നമുക്ക് തൊട്ടടുത്തായി ഉള്ള ആ കട. ഇദ്ദേഹമാണ് കടയുടെ ഓണർ. അദ്ദേഹം കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന് പ്രത്യേകതരം തൂക്കുകട്ടികളാണ് ഉള്ളത്. സാധാരണ ലഭിക്കുന്ന 1 കിലോൻ്റെയൊക്കെ തൂക്കുകട്ടി ഉണ്ട്. എന്നാൽ അദ്ദേഹം പ്രാക്ടീസ് ചെയ്യാറുള്ളത് മറ്റു ചില കട്ടികൾ ഉപയോഗിച്ചാണ്. വളരെ കൃത്യതയാർന്ന ഒരു അളവ് ഇവിടെ ലഭിക്കണമെന്നില്ല. അനേകം ചെറിയ സ്ക്രൂ കഷ്ണങ്ങൾ, നട്ട് മുതലായവ കൂടിയാണ് അദ്ദേഹം തൂക്കുന്നത്. നമ്മൾ കൂടുതൽ ഗ്യാസിനെ കുറിച്ച് അവിടെ അന്വേഷിക്കുകയാണ്. അദ്ദേഹം പറയുന്നത് ഇത് ഏതെല്ലാം ദിവസം എത്തും, എത്ര രൂപയാണ് തുടങ്ങിയവയാണ്. അദ്ദേഹം പറയുന്നു ഈ കട തൻ്റെ പിതാവിൻ്റെ ആയിരുന്നെന്നും പിതാവ് വളരെ കൊല്ലങ്ങൾക്ക് മുന്നേ തന്നെ ഇത് ആരംഭിച്ചു എന്നുമാണ്. അദ്ദേഹം അന്ന് വിറ്റിരുന്നത് ഈ ഗ്യാസ് സിലിണ്ടറിന് അന്ന് 53 രൂപ എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇന്ന് അത് മാറിയിരിക്കുന്നു. ഇന്നത് 1000 രൂപയായിരിക്കുന്നു. പിന്നെ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയാണ്, നിങ്ങൾ നേരത്തെ വരണം, ഇല്ലെങ്കിൽ ഗ്യാസ് തീർന്നു പോകും. ഇത് കണ്ടോ, ഈ ഗ്യാസ് ഇത് രാവിലെ കൊണ്ടുവച്ചതാണ്, അപ്പോഴത്തേക്കും തീർന്നു പോയി. ഇങ്ങനെയൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം ഇത് തുടങ്ങിയിട്ട് 27 വർഷമായി എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം അതിനിടയ്ക്ക് ഗ്യാസ് കുറ്റിയിൽ നിന്നും റീഫില്ലിലേക്ക് മാറ്റിയ അളവിൽ അല്പം വായു കയറിയത് ഞെക്കിക്കളയുന്നുമുണ്ട്. ഇങ്ങനെയാണ് ഗ്യാസ് റീഫിൽ ചെയ്യേണ്ടത്. അദ്ദേഹം ഇതിലൊരു എക്സ്പേർട്ടാണ്. അദ്ദേഹം നമ്മളെ ഇനി മുതൽ രാവിലെ വന്നാൽ മതിയെന്നും വൈകുന്നേരമാകുമ്പോഴേക്കും ഗ്യാസ് തീർന്നു പോകുമെന്നും ഒക്കെ പറയുന്നു. ഗ്യാസിൽ തീ പിടിച്ചിട്ടുണ്ടോ എന്നൊക്കെയായി പിന്നീട് നമ്മളുടെ ചോദ്യം അല്പം ഭീതിജനകവും അസ്ഥാനത്തുമാണെങ്കിലും അദ്ദേഹം സരസമായ രീതിയിലാണ് അതിന് ഉത്തരം നൽകിയത്. അദ്ദേഹത്തിൻ്റെ മറുപടി ഇങ്ങനെയായിരുന്നു, ഇല്ല, നമ്മൾ അതൊക്കെ കണ്ട് ശീലിച്ചതാണ്, അങ്ങനെയൊന്നും സംഭവിക്കാറില്ല എന്നായിരുന്നു മറുപടി. അദ്ദേഹം ഏകദേശം ഗ്യാസ് ഫില്ലാക്കി കഴിഞ്ഞിരിക്കുന്നു. ഇനി അതൊന്നുകൂടി അളന്നു നോക്കണം. ഇപ്പോഴാണ് എത്ര തൂക്കത്തിനുള്ള പൈസയാണ് കൊടുക്കേണ്ടതെന്ന് നമ്മുടെ അടുത്ത് പറയുക. അദ്ദേഹം 1.5 കിലോയുടെ കട്ടിയെടുത്ത് വെക്കുകയാണ്. പിന്നീട് നമ്മുടെ സിലിണ്ടർ തൂക്കി നോക്കും. ഇപ്പോഴത്തെ ഗ്രാമായി എന്നതിനടിസ്ഥാനത്തിലാണ് വില നിർണ്ണയിക്കുക. ഏകദേശം കണക്കിനുള്ളതായി ഇത്ര രൂപ വരും എന്നാണ് അദ്ദേഹം ഇപ്പോൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. പിന്നെ അദ്ദേഹം നമുക്ക് ഇങ്ങനെ നമ്മുടെ ബർണറിൻ്റെ എല്ലാം ഫിറ്റ് ചെയ്ത് തരും. അദ്ദേഹം വർത്തമാനത്തിൽ മുഴുകിയിരിക്കുന്നത് കൊണ്ട് തന്നെ ബാക്കി കൂടി പല കാര്യങ്ങൾ വിശദീകരിക്കുകയാണ്. ചെറുപ്പത്തിൽ എങ്ങനെയാണ് ഇതിൻ്റെ വില കൂടി വന്നതെന്നും അങ്ങനെയൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ സംസാരം പോകുന്നത്. അതിനിടയ്ക്ക് അദ്ദേഹം നന്നായി അത് മുറുക്കുന്നുമുണ്ട്. എന്നാൽ നിങ്ങൾക്കറിയുമോ, ഈ മുറുക്കിയതിന് ശേഷം അല്പം മുറുക്ക് കൂടിയതിനാൽ രണ്ടാമത് നമുക്ക് പോകേണ്ടതായി വന്നു. കാരണം അതിൻ്റെ ആ നോബ് കാര്യമായി പൊട്ടിയിരുന്നു. അതുകൊണ്ട് തന്നെ ഗ്യാസ് ഒട്ടും വരുന്നുണ്ടായിരുന്നില്ല. പിന്നീട് രണ്ടാമത് പോയി അതിൻ്റെ അടിയിലെ ഭാഗം മാറ്റേണ്ടതായി വന്നു. അപ്പോൾ ശ്രദ്ധിക്കുക, നിങ്ങൾ അവരെ കൂടുതൽ സംസാരത്തിലേക്ക് കൊണ്ടുപോയാൽ ഒരുപക്ഷെ നിങ്ങളുടെ
മറ്റു ചില ഭാഗങ്ങൾക്ക് ഇങ്ങനെ ചില അവസ്ഥകൾ വന്നു ചേരാം. വീണ്ടും നമ്മൾ അദ്ദേഹത്തെ കുറിച്ച് ചോദിക്കുകയാണ്, താങ്കളുടെ എക്സ്പീരിയൻസ് എങ്ങനെ നിങ്ങളെ ഈ ജോലിയിൽ തന്നെ തുടരാൻ നിർബന്ധിതരാക്കുന്നു? കൂടെ വെസ്റ്റ് ബംഗാളിൽ ഇങ്ങനെയുള്ള സൗകര്യങ്ങൾ ഇല്ലീഗലാണല്ലോ, അതിനെക്കുറിച്ച് തനിക്ക് അറിയില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ മേഖലയിൽ ഇവിടെ ഈ പ്രദേശത്ത് ധാരാളം പേർ ഇത് ഉപയോഗിക്കുന്നുണ്ട്. പിന്നീട് ഭക്ഷണം കഴിക്കാനായി നമ്മൾ പുറപ്പെട്ടു.